ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഞങ്ങളുടെ ഈ വർഷത്തെ വിഷു ഡേയിനെ കുറിച്ചാണ്. ആ ഫുൾ ഡേ ഞങ്ങൾ എന്തെല്ലാം ചെയ്തു അതിനെക്കുറിച്ച്. സോ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഹോപ്പ് യു വിൽ എൻജോയ് വാച്ചിങ് ദിസ്. അങ്ങനത്തെ വിഷുക്കണി സെറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാൻ എപ്പോഴും സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് കൊന്നപ്പൂ കിട്ടാത്തതുകൊണ്ട്. പിന്നെ ഒരു കോർണർ ടേബിളിൽ മഞ്ഞ ക്ലോത്ത് വിരിച്ച് കൃഷ്ണൻ്റെ വിഗ്രഹം വെക്കും. പിന്നെ ഒരു ഫോട്ടോ വെക്കും, അതിനകത്തോട്ടൊരു സ്വർണ്ണമാല ഇടും. എൻ്റെ കയ്യിൽ ആകെ സ്വർണം ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു ഉരുളിയുണ്ട്, അതിനകത്തോട്ടാണ് എല്ലാ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അരി ഇതൊക്കെ ഇടുന്നത്. എപ്പോഴും പൈനാപ്പിൾ, കോക്കനട്ട്, പിന്നെ പപ്പായ, ഗ്രേപ്സ്, ബനാന, ആപ്പിൾ എല്ലാത്തരം ഫ്രൂട്ട്സും കിട്ടും, അതെല്ലാം വെക്കും. പിന്നെ കുറച്ച് വെജിറ്റബിൾസും വെക്കും. കണി വെള്ളരിക്ക കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ നോർമൽ സാലഡ് വെള്ളരിക്കയാണ് വെക്കുന്നത്. പിന്നെ വിളക്ക് വെക്കും. പിന്നെ കുറച്ച് അവൽ, മലര് ഇതെല്ലാം വെക്കും. ഇത്തവണ എനിക്ക് നവധാന്യങ്ങളുടെ ഒരു പാക്കറ്റ് കിട്ടിയേ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന്. ഞാൻ എപ്പോഴും ആലോചിക്കും എല്ലാവരും ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത്, വെക്കുന്നത്. എനിക്കും വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇത്തവണ എനിക്കത് കിട്ടി. അപ്പോൾ അതുമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തു. ഒരു കിണ്ടിയിൽ വെള്ളം വെക്കും, പിന്നെ കുറച്ച് പൈസ, പിന്നെ ആ ഒരു വിശറി പോലത്തെ ഒരു സാധനം, പിന്നെ കണ്ണാടി, അതാണ് മെയിൻ. എനിക്ക് എപ്പോഴും ഭയങ്കര സ്ട്രെസ്സാണ് കേട്ടോ. രാവിലെ എണീറ്റ് വിഷുക്കണി കാണുന്നത് വരെ വേറെ എന്തെങ്കിലും കാണുമോ, വിഷുക്കണി എന്നെ കാണാൻ പറ്റുമോ. അങ്ങനെ എൻ്റെ കണിയൊക്കെ റെഡിയായി. ഇനി രാവിലെ എണീറ്റ് കണി കാണണം. സോ ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. കണി കാണുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതിനുള്ള കോലത്തിലായിരുന്നില്ല. സോ വിഷുക്കണിയൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്, അതിനുവേണ്ടി ഞാൻ റെഡിയാവുകയാണ്. ഇതാണ് എൻ്റെ വേഷം, ഒരു റെഡ് പട്ടുപാവാട. ഞാൻ മുടി സെറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ഓട്ടോമാറ്റിക് കേളറുണ്ട് എൻ്റെ കയ്യിൽ, അതാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. നല്ല കൺവീനിയൻ്റ് ആണ്, എനിക്കിഷ്ടമാണ്. നന്നായി ഉപയോഗിക്കാൻ അറിയാവുമെന്ന് ചോദിച്ചാൽ അറിയാമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ തട്ടിക്കൂട്ടും. ചിലപ്പോഴൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ, ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. ഇന്നത് ശരിക്കും വർക്ക് ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നില്ല, കാരണം ട്രാഫിക്കൊക്കെ വരുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. അങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് കുറച്ച് കമ്മൽ, വളയൊക്കെ ഇടാൻ പോവാണ്. ഇതെൻ്റെ ജിമിക്ക് കമ്മൽ, ഇത്തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. എനിക്ക് ജിമിക്കീസ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കമ്മലൊക്കെ ഇട്ടു. ഇനി ഒരു വള ഇടണം. ഞാൻ യൂഷ്വലി വള ഇടുന്ന ആളല്ല, അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയും. ബാക്കി എല്ലാം നല്ലോണം ഒരുങ്ങും, പക്ഷേ വള മാത്രം ഇടത്തില്ല എന്ന്. അതുകൊണ്ട് ഇത്തവണ ഞാൻ എന്തായാലും വള ഇടുകയാണ്. ഇനി ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഫാമിലി ഫോട്ടോ എടുക്കണം എന്നുണ്ട്, മൈലോൻ്റെയും കൂടെ കൂട്ടത്തിൽ. പക്ഷേ അവൻ്റെ കൂടെ ഫോട്ടോ എടുക്കാമെന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങാണ്, ഒരിക്കലും അവനെ പോസ് ചെയ്യാൻ കിട്ടത്തില്ല. അവസാനം മടുത്തിട്ട് ഞങ്ങളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം അവൻ പോസ് ചെയ്യുന്നൊരു സ്ഥലത്ത്. അതാണ് ഈ നടക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം റെഡിയായി. ഇപ്പോൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ എപ്പോഴും ഇവനെയും കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് ഇവനെ കാറിലിരുത്തും. ഡോഗ് മോഡ് ഇനേബിൾ ചെയ്താൽ മതി, അവൻ അതിനകത്ത് ഇരുന്നോളും ടെസ്ലയിൽ. അപ്പോൾ അവനും ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി ബേസ്മെൻറ്റിൽ പോകുന്നു. ഇപ്പം ഞങ്ങൾ കാറിൽ കയറി. ഇന്ന് വലിയ ട്രാഫിക് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. സോ ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേട്ടോ, ഇത് ഞങ്ങളുടെ മൈലൂട്ടിൻ്റെ. എപ്പോൾ കാറിൽ കയറിയാൽ ഇതാ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിലെത്തി. ഇതാണ് ഹെലൻസ്ബർഗ് ടെമ്പിൾ. ഇവിടെ ശിവൻ്റെയും പിന്നെ തിരുപ്പതി ബാലാജി രണ്ടുപേരുടെയും പ്രതിഷ്ഠയുണ്ട്. വലിയ ടെമ്പിളാണ്. ഞങ്ങൾക്ക് കുറച്ച് ദൂരെയാണെന്നേ ഉള്ളൂ, പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് റെനോവേഷൻ വർക്കൊക്കെ നടക്കുകയാണ്, അതാണ് നിങ്ങളിങ്ങനെ കുറച്ച് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഞങ്ങൾ ബാക്കിൽ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഭയങ്കര നല്ല ടെമ്പിളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിനകത്തോട്ട് പോവാണ്. ഇനി പുറത്തിറങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ അത് കഴിഞ്ഞ് കാണാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇത് ടെമ്പിളിൻ്റെ വലിയൊരു ക്യാൻറ്റീൻ ഏരിയ ആണ്. ഇന്ന് ക്ലോസ്ഡ് ആണ്, പക്ഷേ അല്ലെങ്കിൽ നല്ല ഫുഡ് കിട്ടും ഇവിടെ. അങ്ങനെ നമ്മൾ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞു. ഇതാരെ വരണേന്ന് കണ്ടോ, അതിലെത്തി. അടുത്ത ഞങ്ങൾ ഇനി ഒരു ബീച്ചിൽ പോവായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോവായിരിക്കും. है बाबा, हम नेक्स्ट बीच जा रहे हैं कि पार्क जा रहे हैं? മാലൂട്ടിനെ കൊണ്ട് നമ്മൾ പാർക്കിൽ പോവാണ്.
ഇതാണ് സ്റ്റാൻവെൽ ടോപ്സ്. ഇത് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് ഒരു 8 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്പോട്ടാണ്. പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യാൻ വരും എല്ലാവരും. ഞങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം മൈലൂട്ടിൻ്റെ കൂടെ ഇവിടെ കുറച്ച് നേരം വാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇനി സദ്യ മേടിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ സദ്യ പ്ലേസിലെത്തി. മന്ന ക്വിസീൻസ്, ഇവിടുത്തെ കേരള ഫുഡ് കിട്ടുന്ന ഒരു കിഡിലം പ്ലേസാണ്. നിങ്ങൾ സിഡ്നിയിലുണ്ട്, ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. സദ്യ. അപ്പോൾ ഞാൻ സദ്യ കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഗൈസ്. ഇനി വീട്ടിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തിയ ഉടനെ സദ്യ വിളമ്പി തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും വിശന്ന് വലിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി എന്തും എന്ന് വിചാരിച്ചു. ഒരു കുട്ടി സദ്യയാണ്, പക്ഷേ ബേസിക് ഐറ്റംസ് എല്ലാം ഉണ്ട്. അച്ചാർ, തോരൻ, കാളൻ, ഓലൻ, പിന്നെ കിച്ചടി, പച്ചടി, അവിയൽ എല്ലാം ഉണ്ട്. യൂഷ്വലി ഞങ്ങൾ വിഷുവിന് സദ്യ കഴിക്കാറില്ല. നാട്ടിലായിരുന്നപ്പോൾ അമ്മ എപ്പോഴും പാൽക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. പാൽക്കഞ്ഞിയും പുഴുക്കും ശശാങ്കിനത് വലിയ ഇഷ്ടമാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല, പിന്നെ എനിക്ക് ഉണ്ടാക്കാനും അറിയത്തില്ല. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വിഷുവിന് സദ്യ കഴിക്കുന്നത്. പിന്നെ എനിക്ക് സദ്യ ഓക്കെ ആയിരുന്നു കേട്ടോ. ശശാങ്കിന് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓണത്തിനൊക്കെ ആകുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ നല്ല വലിയ സദ്യ കിട്ടും. ഇത് വിഷു ആയിട്ട് ഒരു കുട്ടി സദ്യ ആയിരുന്നു. ഇനി മെയിൻ ഐറ്റം ഞങ്ങളുടെ മയിലൂട്ടനും കുറച്ച് സദ്യ കൊടുക്കാനുള്ളതാണ്. എല്ലാ ഐറ്റംസൊന്നും ഞങ്ങൾ കൊടുക്കത്തില്ല, പക്ഷെ അവൻ ഭയങ്കര പായസപ്രിയനാണ്. അപ്പോൾ കുറച്ച് പായസം കുടിക്കാം. പായസം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിഷു ഈ വർഷത്തെ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.